ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കശുമാങ്ങ വൈനാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് കശുമാങ്ങ എങ്ങനെ വൈനായിട്ട് ഇടാം എന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് നമുക്ക് പോകാം. കശുമാങ്ങ പറിച്ചെടുത്തിട്ടുണ്ട്. ഒരു 5 കിലോ കശുമാങ്ങ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇനി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഉണങ്ങിയ തുണി കൊണ്ട് ഇങ്ങനെ തുടച്ച് നമുക്കിത് എടുക്കണം. അതിനുശേഷം നമുക്കിത് ഭരണിയിലോട്ട് ഇടാം. കശുമാങ്ങയെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. 5 കിലോ കശുമാങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലോട്ട് ചേർക്കേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗ്രാമ്പൂ, കറുകപ്പട്ട, ഏലക്കായ, ഈസ്റ്റ്, കാതരിപ്പൂവ്, സൂചി ഗോതമ്പ്, പഞ്ചസാര, തിളപ്പിച്ചാറിയ വെള്ളം. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചില്ലുകുപ്പിയിലോട്ട് ആദ്യം ഞാൻ കശുമാങ്ങ നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ലെയറായിട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കുക. അത് നമ്മുടെ വൈനിന് ടേസ്റ്റ് കൂട്ടും. എപ്പോഴും നമ്മളത് ശ്രദ്ധിക്കണം. ലെയറായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഇതിന് ശേഷം ഞാൻ മസാല ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ്. ഓരോന്നും ഞാൻ ഓരോ ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ലെയറായിട്ട് തന്നെ കശുമാങ്ങ, പഞ്ചസാര, വീണ്ടും മസാലകൾ നമ്മൾ വീണ്ടും ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ ലെയറായിട്ട് ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് തവിക്കൊണ്ട്, മരത്തവി ആയിരിക്കും കൂടുതലും നല്ലത്, മരത്തവി കൊണ്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുക്കുക. നമ്മൾ നേരിട്ടിട്ടാണ് ഇതിട്ടേക്കണത്. ഇത് വേണമെങ്കിൽ പിഴിഞ്ഞ്, അതായത് ഇതിൻ്റെ നീര് വേണമെങ്കിൽ ഇടാം. ഞാൻ നേരിട്ടിട്ടാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് തവി കൊണ്ടൊന്ന് ചതച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നു. അതായത് ഒരു 10 ഗ്രാം ഈസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം ഒരു 3/4 ആവും വിധം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം വീണ്ടും നന്നായി ചതച്ച് കൊടുക്കുക. ഞാൻ സൂചി ഗോതമ്പ് 5 കിലോയ്ക്ക് 200 ഗ്രാമാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇത്തവണ ഞാൻ അത് കിഴിയായിട്ടില്ല കെട്ടിയിട്ടേക്കുന്നത്, ഇതിനോടൊപ്പം തന്നെ മിക്സ് ചെയ്തേക്കാണ്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കിഴി കെട്ടിയിടാം. ഞാൻ ഇത് നേരിട്ട് ഇതിലോട്ട് ഇട്ടേക്കാണ് ഇത്തവണ ചെയ്തിരിക്കുന്നത്. നമ്മുടെ മുന്തിരി വൈനും ചാമ്പയ്ക്ക വൈനുള്ള കുഴി ഞാനിവിടെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈൻ കുഴിച്ചിടാനുള്ള കുഴി റെഡി ആയിട്ടുണ്ട്. മുന്തിരി വൈനും ചാമ്പയ്ക്ക വൈനും. ഇത് നമ്മുടെ മുന്തിരി വൈനാണ്, ഇത് ചാമ്പയ്ക്ക വൈനും. ഇത് രണ്ടും ഞാൻ ഒരു പ്ലാസ്റ്റിക് കവറിൽ നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് ഈ കുഴിയിൽ മൂടി വയ്ക്കുകയാണ്. ഈ 2 വൈനും ഇവിടെ ഈ ഒരു കുഴിയിൽ ഭദ്രമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുല്ലുകളൊക്കെ അതിൻ്റെ മേലെ പറിച്ച് വെച്ചിട്ടുണ്ട്.
ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് വരാം. ഇന്നത്തെ ഈ കശുമാങ്ങ വൈൻ ഞാൻ ഇനി 30 ദിവസം കഴിഞ്ഞിട്ടേ പൊട്ടിക്കുന്നുള്ളൂ. അതോടൊപ്പം നമുക്ക് ആ കുഴിച്ചിട്ട മുന്തിരി വൈനും ചാമ്പയ്ക്ക വൈനും അന്ന് തന്നെ നമുക്ക് എടുക്കണം. അപ്പോൾ 30 ഡേയ്സ് അത് മണ്ണിൻ്റെ അടിയിലായി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ എപ്പിസോഡ് കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു കരുതുന്നു. ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇറ്റ്സ് മീ ജേന. ബൈ ബൈ.